നമ്മൾ ഈ ഫ്രിഡ്ജൊക്കെ ഈ നനഞ്ഞ തുണി കൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട്. നനഞ്ഞ തുണി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളും സൈഡും പുറമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശത്താണെങ്കിലും ഇതേപോലെ നമ്മൾ ഫ്രീസറൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ശ്രദ്ധിക്കാറില്ല, ഇത് ഒരിക്കലും നമ്മൾ ഈ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പവർ പ്ലഗ് ഓഫ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പവർ പ്ലഗ് ഓഫ് ചെയ്ത ശേഷം മാത്രമേ ഫ്രിഡ്ജ് നനഞ്ഞ തുണി കൊണ്ടോ മറ്റോ നമ്മൾ എന്ത് ചെയ്യുക, തുടയ്ക്കാനോ ഒക്കെ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, ഷോക്ക് അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഷോക്ക് അടിക്കുകയും ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഇത് പവർ പ്ലഗ് ഓഫ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും വൈകിട്ട് 7 മണിക്ക് തത്സമയം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്.